എല്ലാവർക്കും സ്വാഗതം. ഈ റിവ്യൂ ഇഷ്ടപ്പെടുവാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്തും സബ്സ്ക്രൈബ് ചെയ്തും സപ്പോർട്ട് ചെയ്യണേ. അപ്പോൾ ആൻ്റപ്പൻ അലീനയോട് പറയുന്നുണ്ട്, അതൊരു അപ്പാവിയാണ്, ഒരുപാട് കാശൊന്നും ഇല്ലാത്തവരാണ്, അതുകൊണ്ടാണ് ഇവിടെ മിച്ചം വരുന്ന സാധനങ്ങളൊക്കെ കൊടുക്കുന്നത് എന്ന് പറയുമ്പം ഇതൊക്കെ ഇവിടുത്തെ കേണൽ സാബിന് അറിയാവോ എന്ന് ചോദിക്കും അലീന. അന്നേരം ഇത്രയും നിസ്സാര കാര്യത്തിന് സാബിനെ എന്തിനാ ബുദ്ധിമുട്ടിക്കുന്നത്, അതുകൊണ്ട് ഞങ്ങൾ പറയാറില്ല എന്ന് പറയുമ്പം അലീന ചോദിക്കുന്നുണ്ട്, ഈ അരിയും പഞ്ചസാരയും എണ്ണയൊക്കെ എങ്ങനെയാണ് വേസ്റ്റ് ആകുന്നത്, മിച്ചം വരുന്നത്, അതെനിക്ക് മനസ്സിലായില്ല എന്ന് പറയും. എന്നിട്ടൊരു ചിരിയും ചിരിച്ചിട്ട് അലീന അങ്ങ് പോവാണ്. പോയി കഴിയുമ്പോൾ പൗലോസ് പറയുക, ഇത് നമുക്ക് പണിയാവുന്ന ആണല്ലോ ആൻ്റപ്പേട്ട തോന്നുന്നത് എന്ന്. അന്നേരം ആൻ്റപ്പൻ പറയും, ആ കൊച്ചേ നിൻ്റെ ഡിപ്പാർട്ട്മെൻറ്റിലാണ് കൈവച്ചിരിക്കുന്നത്, അടുക്കളയിൽ, അതുകൊണ്ട് നീ സൂക്ഷിച്ചോ എന്ന് പറയുമ്പം അതേ അവിടെ സൂക്ഷിക്കാനൊന്നുമില്ല, എൻ്റെ കൈ കൊണ്ട് ഈ വീട്ടിൽ ഭക്ഷണം ഉണ്ടാകുള്ളൂ, അല്ലെങ്കിൽ ഞാൻ ചാകണം എന്ന് പറയുമ്പം നിൻ്റെ നാവെടുത്ത് നീ വളയ്ക്കണ്ട, മിക്കവാറും അത് ശരിയായി വരാനുള്ള ചാൻസ് ഉണ്ട് എന്ന് പറഞ്ഞിട്ടാണ് ആൻ്റപ്പനകത്തോട്ട് പോകുന്നത്. അത് കഴിഞ്ഞ് അലീന വീട് ചുറ്റി കണ്ടുകൊണ്ടിരിക്കുമ്പോൾ അങ്ങോട്ടേക്ക് ബൈജു വരും. ബൈജു അവിടുത്തെ ഡ്രൈവറാണ്. ബൈജു വയ്ക്കുമ്പോൾ എന്നതാ ഈ നോക്കുന്നേ എന്ന്. അന്നേരം ഞാൻ വീടൊക്കെ ഒന്ന് കാണുമായിരുന്നു എന്ന് പറയുമ്പം അതൊക്കെ ഇന്നലെ ആൻ്റപ്പേട്ടൻ കാണിച്ചു തന്നതല്ലേ എന്ന് ചോദിക്കും. അന്നേരം അലീന ചോദിക്കും, അതെന്താ ഒരാൾക്ക് ഒരു തവണയേ കാണാവുള്ളൂ എന്ന് എന്തെങ്കിലും നിയമമുണ്ടോ ഇവിടെ എന്ന് ചോദിക്കുമ്പോൾ അങ്ങനെയൊന്നുമില്ല, ഞാൻ വെറുതെ ചോദിച്ചെന്നേ ഉള്ളൂ എന്ന് പറയും. എന്നിട്ട് ചോദിക്കും, ഇതിനു മുമ്പ് എവിടെയായിരുന്നു കുഞ്ഞ് എന്ന്. അന്നേരം അലീന പറയുന്നുണ്ട്, എന്നെ കുഞ്ഞ് എന്നൊന്നും വിളിക്കണ്ട, അലീന എന്ന് വിളിച്ചാൽ മതി. ബൈജു എന്നല്ലേ ചേട്ടൻ്റെ പേര് എന്ന് ചോദിക്കുമ്പം എന്നെ ചേട്ടാന്നൊന്നും വിളിക്കണ്ട, എനിക്ക് അത്രയ്ക്ക് വലിയ പ്രായമൊന്നുമില്ല എന്ന് പറയും. അന്നേരം അലീന ചോദിക്കുമ്പോൾ എന്നേക്ക് പ്രായം കുറവാണോ എന്ന്. അന്നേരം അങ്ങനെയല്ല, അങ്ങനെ നോക്കുമ്പോൾ ഇച്ചിരി പ്രായമുണ്ട്, എങ്കിലും എന്നെ ചേട്ടാന്ന് വിളിക്കണ്ട എന്ന് പറയുമ്പോൾ ഞാൻ ബഹുമാനം കൊണ്ട് വിളിച്ചെന്നേ ഉള്ളൂ എന്ന് പറയും. അന്നേരം ബൈജു പിന്നെയും ചോദിക്കും, അതെ ഇങ്ങോട്ട് വന്നത് പാലയിൽ നിന്നല്ലേ, അവിടുത്തെ ഓർഫനേജിലായിരുന്നോ എന്നൊക്കെ ചോദിക്കുമ്പം അലീന പറയുന്നുണ്ട്, അവിടുത്തെ ഓർഫനേജിലല്ലായിരുന്നു, ഞാൻ സ്നേഹസദനം എന്ന് പറയുന്ന വേറൊരു ഓർഫനേജിലായിരുന്നു, അവിടെ നിന്ന് പാലായ്ക്ക് വന്നതാണ് എന്ന് പറയുമ്പോൾ പാലയിൽ എന്തായിരുന്നു ജോലി എന്ന് ചോദിക്കും. അന്നേരം പറയുന്നുണ്ട്, അവിടെ ഒരു വീട്ടിൽ ഒരു അമ്മുമ്മയെ നോക്കാൻ വേണ്ടി വന്നതാണ് ഹോം നേഴ്സായിട്ട്, അതിനുശേഷം ആ വീട്ടിലെ വീട്ടുവേലക്കാരിയായി, ആ വീട്ടിലെ കുട്ടികളുടെ ചേച്ചിയായി, അവിടുത്തെ അച്ഛൻ്റെ മകളായി, പിന്നെ ഞാൻ ഇങ്ങോട്ടും വന്നു എന്ന് പറയുമ്പം അതെങ്ങനെയാണ് എന്ന് ചോദിക്കും. അന്നേരം അതങ്ങനെയൊക്കെയാണ് എന്ന് പറയുമ്പം അങ്ങേർക്ക് ഭയങ്കര സംശയമേ. അന്നേരം അലീന ചോദിക്കും, എന്താ എന്തെങ്കിലും സംശയം ഉണ്ടോ എന്ന് ചോദിക്കുമ്പോൾ ഇല്ല, ഞാൻ വെറുതെ ഓരോ കാര്യങ്ങൾ അറിയാൻ വേണ്ടി ചോദിച്ചതേ ഉള്ളൂ എന്ന് പറയും. എന്നിട്ട് പിന്നെയും ഇങ്ങനെ സംശയിച്ച് നിൽക്കുമ്പോൾ എന്തെങ്കിലും സംശയം ഉണ്ടോ എന്ന് ചോദിക്കും അലീന. അന്നേരം ഇല്ല, ഇവിടുത്തെ സാബിൻ്റെ മകളാണല്ലോ, അതെനിക്കറിയാമെന്ന് പറയുമ്പോൾ ഇപ്പോഴും വിശ്വാസം വന്നിട്ടില്ലല്ലോ, ആൾക്കാർ മുഖത്ത് നോക്കി ചിരിക്കുകയും പറയുകയും ഒക്കെ ചെയ്യുമെങ്കിലും അവരുടെയൊക്കെ മനസ്സിൽ വേറെ എന്തെങ്കിലുമൊക്കെ ആയിരിക്കും, അതുകൊണ്ട് പറഞ്ഞതാ എന്ന് പറഞ്ഞിട്ട് അലീന അങ്ങ് പോവും. അങ്ങനെ കുറച്ച് നേരം ഇങ്ങനെ സംശയിച്ച് നിൽക്കുന്നു. അത് കഴിഞ്ഞ് നേരെ പൗലോസിൻ്റെ അടുത്തോട്ട് ചെല്ലുക. എന്നിട്ട് പൗലോസിനോട് പറയുവാണ്, ആ പെണ്ണുണ്ടല്ലോ, ആ പെണ്ണ് വെറും തറയാണ്, ഇവിടുത്തെ സാബിൻ്റെ മകളൊന്നും അല്ല, അതെനിക്ക് മനസ്സിലായി, ഞാൻ അവളോട് കുത്തി കുത്തി ചോദിച്ച ഓരോന്നും അറിഞ്ഞു എന്ന് പറയും. അന്നേരം നീ എന്നതാടാ ചോദിച്ചത് എന്ന് പൗലോസ് ചോദിക്കും. അന്നേരം ബൈജു പറയുന്നുണ്ട്, ഞാൻ അവളോട് കാര്യങ്ങളൊക്കെ ചോദിക്കാൻ ചെന്നപ്പം അവൾ ചുമ്മാ ഉരുണ്ട് കളിക്കുന്നു, പക്ഷെ കുത്തി കുത്തി ചോദിച്ച് ഞാൻ എല്ലാം അറിഞ്ഞെടുത്തു എന്ന് പറയും. അന്നേരം എന്താ നീ അറിഞ്ഞത് എന്നോട് പറ എന്ന് പറയുക പൗലോസ്. അന്നേരം ബൈജു പറയുന്നുണ്ട്, ഞാൻ അവളോട് ചോദിച്ചു കാര്യങ്ങളൊക്കെ, അവളേതോ ഓർഫനേജിലായിരുന്നു എന്നും അത് കഴിഞ്ഞ് ഒരു വീട്ടുവേലക്കാരിയായിട്ട് ചെന്നു എന്നും പറഞ്ഞു. വീട്ടുവേലക്കാരി എന്ന് പറയുമ്പോൾ എന്തൊക്കെ ജോലിയാണ് ചെയ്തതെന്ന് നമുക്കറിയണമല്ലോ, അതും ചോദിച്ചു. അന്നേരം ആ വീട്ടിൽ തൂക്കുക, തുടയ്ക്കുക, പാത്രം കഴുകുക, അവിടുത്തെ അമ്മയെ മുത്തശ്ശീനെ നോക്കുക, അങ്ങനെയുള്ള കാര്യങ്ങൾ വരെ അവൾ ചെയ്തിട്ടുണ്ട്. ആ സ്ഥിതിക്ക് അവൾ കേണസാബിൻ്റെ മകളാ എന്ന് പറയുന്നതിൽ എന്തെങ്കിലും കാര്യമുണ്ടോ? ഇല്ലെന്നാണ് എനിക്ക് തോന്നുന്നത്, അത് മൊത്തം അവൾ നുണ പറഞ്ഞതാ എന്ന് പറയുമ്പം ഇങ്ങനെ പൗലോസ് ഇങ്ങനെ സംശയിച്ച് നോക്കിയിരിക്കുവാണ്. അന്നേരം ബൈജു പറയുവാണ്, അവൾ പറഞ്ഞത് മൊത്തം നുണയാണ്, അവൾ ആ പാലായിലെ ആ മനുഷ്യൻ്റെ വീട്ടിലെ എന്തോ സെറ്റപ്പായിരുന്നു, അവിടെ അച്ഛനും മോളുമായിട്ട് അങ്ങ് അഭിനയിച്ചു, അത് നാട്ടുകാരും വീട്ടുകാരും ഒക്കെ വിശ്വസിച്ച് കാണും, അതവിടെ സക്സസ് ആയി കാണും, അതുകൊണ്ട് ഇവിടെ വേറെ എന്തോ ഉടായ്പിന് വന്നേക്കുന്നതാണ്, ഇവിടെയും അങ്ങനെ പറയുവാണെങ്കിൽ നാട്ടുകാരും വീട്ടുകാരും ഒക്കെ അങ്ങ് വിശ്വസിക്കും, വേറെ ചോദ്യങ്ങളുണ്ടാകുകയില്ല. അച്ഛനും മോളും എന്ന് പറയുമ്പം അത് തെളിയിക്കണമെങ്കിൽ ഇത്തിരി സമയം എടുക്കുമല്ലോ, DNA ടെസ്റ്റൊക്കെ വേണ്ടേ, അതുകൊണ്ട് അങ്ങനെ പറഞ്ഞതേ ഉള്ളൂ എന്നാണ് എനിക്ക് തോന്നുന്നത്. അല്ലെങ്കിൽ തന്നെ ഒന്ന് ആലോചിച്ച് നോക്കിയേ, 10-23 വർഷങ്ങൾക്ക് മുമ്പ് ആഗ്രയിൽ വെച്ച് കേണൽ സാബ് വിവാഹം കഴിക്കാനിരുന്ന സ്ത്രീയിലുണ്ടായ കുട്ടിയാണെന്ന്. അത് അന്വേഷിച്ച് പോയാൽ ആർക്കെങ്കിലും തെളിയിക്കാൻ പറ്റുമോ? ഇല്ലെന്നറിയാം, അതുകൊണ്ടാണ് ഇങ്ങനൊരു കഥ ഉണ്ടാക്കി വെച്ചേക്കുന്നത്, അത് നമുക്ക് പൊളിക്കണം എന്ന് പറയുമ്പം പൗലോസ് പറയും, അതേടാ ഇത് പൊളിക്കണം, അതിന് നമ്മൾ എന്താ ചെയ്യേണ്ടേ എന്ന് ചോദിക്കും. അന്നേരം ബൈജു പറയുവാണ്, നമുക്ക് ഈ കാര്യങ്ങളെല്ലാം കേണൽ സാബിൻ്റെ ഭാര്യ വീട്ടുകാരെ അറിയിക്കണം, അതുപോലെ എല്ലാ ബന്ധുക്കളെയും അറിയിക്കണം
അറിയിക്കണം എന്ന് പറയും. അന്നേരം പൗലോസ് പറയും അങ്ങനെ അറിയിച്ചിട്ട് കാര്യമൊന്നുമില്ല, ഒറ്റണം ഇതിൻ്റെ അകത്തേക്ക് കയറിയല്ല ഇവിടുത്തെ പട്ടികളെയും സാബിനെയും പേടിച്ച്, പിന്നെ നമ്മൾ എന്താ ചെയ്യുന്നത് എന്ന് ചോദിക്കും. അന്നേരം ബൈജു പറയുവാണ് അങ്ങനെയാണെങ്കിൽ നമുക്ക് കുട്ടിച്ചായനെ വിളിച്ച് കാര്യങ്ങൾ പറയാം, പിന്നെ കാര്യങ്ങൾ എളുപ്പമാകും എന്ന് പറയുമ്പോൾ എങ്കിൽ നീ ഇപ്പം തന്നെ വിളിച്ച് പറ എന്ന് പറയും. ബൈജു അവിടെ ഇരുന്ന് തന്നെ കുട്ടിച്ചായനെ വിളിക്കുവാണ്. സ്റ്റാൻലിയുടെ പപ്പയാണ്. അപ്പോൾ ഈ സമയം അവിടുത്തെ പറമ്പിൽ ജോലികളൊക്കെ ചെയ്യിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ് ആൾക്കാരെ കൊണ്ട്. പ്രായമായെങ്കിലും നല്ല ആരോഗ്യത്തോടെ ഓടി നടന്ന് എല്ലാം ചെയ്യുന്ന ആളാണ്. അന്നേരം ഫോൺ എടുത്ത് കഴിയുന്നത് എന്നതാടാ വൈജു, നീ ജീവിച്ചിരിപ്പുണ്ടോ എന്ന് ചോദിക്കും. അന്നേരം ഞാൻ ജീവിച്ചിരിപ്പുണ്ട്, ഇവിടെ പ്രായമായി മീശയും പിരിച്ചിരിക്കുന്ന വേറെ പലരും ഉണ്ട്, അവരൊക്കെ പോയിട്ട് ഞാൻ പോളൂ എന്ന് പറയുമ്പോൾ എങ്കിലും അതൊന്ന് കാണാം എന്ന് പറയും. എന്നിട്ട് നീ എന്തിനാണ് വിളിച്ചത് എന്ന് ചോദിക്കുമ്പോൾ ഈ കാര്യങ്ങളൊക്കെ പറയും. അപ്പോഴത്തേക്കും മുഖഭാവമൊക്കെ മാറും കേട്ടോ കുട്ടിച്ചായൻ്റെ. എന്നാൽ ശരി എന്ന് പറഞ്ഞ് വെക്കുന്നുണ്ട്. എന്നിട്ട് മീശയും പിരിച്ചിങ്ങനെ ഗൗരവത്തിൽ നിൽക്കുന്നതൊക്കെ കാണിക്കുന്നുണ്ട്. നേരെ വിട്ടു പോരും അലീനെ ഇവിടുന്ന് അടിച്ചിറക്കാൻ വേണ്ടി കേട്ടോ. അതാ ഇനി നടക്കാൻ പോകുന്നത്. പിന്നെ കാണിക്കുന്നത് നമ്മുടെ കൃഷ്ണമോളെയും ബബിതയാണ്. രണ്ടുപേരുടെ ചായയൊക്കെ കുടിച്ച് പുറത്തിരിക്കുകയാണ്. അന്നേരം കൃഷ്ണമോൾ ചോദിക്കുന്നുണ്ട് അമ്മയ്ക്ക് കൊടുത്തു, അമ്മ എന്തേ എന്ന്. അന്നേരം അകത്തുണ്ട് എന്തൊക്കെയോ കണക്കുകളൊക്കെ നോക്കുകയാണ്. ഞാൻ ചോദിച്ചപ്പോൾ വേണ്ട എന്ന് പറഞ്ഞു, അതുകൊണ്ട് ഞാൻ പിന്നെ കൊടുക്കാൻ പോയില്ല എന്ന് പറയുന്നു. അന്നേരം കൃഷ്ണമോൾ ബബിതയോട് പറയുന്നുണ്ട് അമ്മയോട് ഒരുപാട് തർക്കത്തിലൊന്നും പറയാൻ പോകണ്ട, എന്തെങ്കിലും വിഷയം കിട്ടാൻ വേണ്ടി അമ്മ നോക്കിയിരിക്കുവാണ് പ്രശ്നം ഉണ്ടാക്കാൻ എന്ന് പറയുമ്പം മര്യാദയ്ക്കാണെങ്കിൽ കുഴപ്പമില്ല, അല്ലെങ്കിൽ ഞാൻ നല്ലത് തിരിച്ചു പറയും എന്നാണ് ബബിത പറയുന്നത്. അന്നേരം ജൂനിയർ വൈജയന്തി അപ്പം സീനിയറിനോട് വഴക്കുണ്ടാക്കാൻ തന്നെയാണോ പ്ലാൻ എന്ന് ചോദിക്കുമ്പം ഇത് ഒരെണ്ണം തന്നാലുണ്ടല്ലോ എന്ന് ചോദിക്കും ബബിത. എന്നിട്ട് അച്ഛനെ കണ്ടില്ലല്ലോടി എന്ന് പറയുമ്പം അച്ഛൻ ഇന്ന് വരും, കുറച്ച് താമസിച്ച് വന്നാൽ മതി, അത്ര നേരം സൗകര്യം ഉണ്ടല്ലോ എന്നിങ്ങനെ പറയുവാണ്. ഏതായാലും വൈജയന്തി അലമ്പുണ്ടാക്കും എന്ന് കൃഷ്ണമോൾക്ക് ഉറപ്പായിട്ടും അറിയാം. അതുകൊണ്ട് എന്നിട്ട് ഇത്രയൊക്കെ സംസാരിച്ചിട്ട് ബബിത അകത്തേക്ക് പോകാൻ തുടങ്ങുമ്പോഴത്തേക്കും ബാലേന്ദ്രൻ വരും. ബാലേന്ദ്രൻ വണ്ടി കൊണ്ട് നിർത്തി കഴിഞ്ഞെങ്കിൽ രണ്ടുപേരോട് ഇങ്ങനെ നോക്കിയിരിക്കുവാണേ. ബാലേന്ദ്രൻ മക്കളെ നിപ്പൊക്കെ കാണുമ്പോൾ ഒരു പുഞ്ചിരിയൊക്കെ വരുന്നുണ്ട് മുഖത്ത്. അത് കഴിഞ്ഞ് ബാലേന്ദ്രൻ ഇറങ്ങി വരുമ്പോഴത്തേക്കും അവരും അടുത്തോട്ട് ചെല്ലും. എന്നിട്ട് ഒന്നൊന്നായിട്ട് ഇങ്ങനെ ചോദ്യങ്ങൾ ചോദിക്കുക. അച്ഛൻ അലേനി ചേച്ചി അവിടെ കൊണ്ടുവിട്ടോ, അലേനി ചേച്ചിക്ക് അന്നേരം ഭയങ്കര വിഷമമായിരുന്നോ, അവിടുത്തെ ആൾക്കാരൊക്കെ എങ്ങനെയുണ്ട്, അവിടെ ചേച്ചിക്ക് ഇനി ജോലിയുണ്ടോ, ഒരുപാട് ബുദ്ധിമുട്ടുണ്ടാവുമോ എന്ന് പറഞ്ഞ് ഇങ്ങനെ ചോദിച്ചുകൊണ്ടിരിക്കുക. അന്നേരം ബാലേന്ദ്രൻ ഒന്നും മിണ്ടാതെ ഇങ്ങനെ മുഖത്തേക്ക് നോക്കിയിരിക്കുവാണേ. അന്നേരം അവർ ചോദിക്കും ഇതെന്താ അച്ഛനൊന്നും മിണ്ടാതെ ഇങ്ങനെ നോക്കിയിരിക്കുന്നത്, എന്താ കാര്യം, എന്തെങ്കിലും മറുപടി പറ എന്ന് പറയുമ്പോൾ അല്ല എനിക്ക് പറയാൻ ഇത്തിരി ഗ്യാപ്പ് കിട്ടണ്ടേ, നിങ്ങളുടെ ചോദ്യമൊക്കെ കഴിഞ്ഞോ, ഇനി എന്തെങ്കിലും ചോദ്യം ഉണ്ടെങ്കിൽ അതുകൂടെ ആഡ് ചെയ്തേരെ, എല്ലാം കൂടെ ഒരുമിച്ച് ഞാൻ അങ്ങോട്ട് പറയാമെന്ന് പറയുമ്പോൾ ഇനി ചോദ്യമൊന്നുമില്ല അച്ഛൻ ഉത്തരം പറ എന്ന് പറയും. എങ്കിൽ പറയാം എന്ന് പറഞ്ഞ് ബാലേന്ദ്രൻ വന്ന് അവിടെ ഇരിക്കുന്നു. എന്നിട്ട് ബാലേന്ദ്രൻ പറയുന്നുണ്ട് ഞാൻ അവളെ വിളിച്ചില്ല എന്ന്, ഏതായാലും അവളവിടെ കൊണ്ട് വിട്ടിട്ട് പോകുന്നല്ലോ, ഇനിയിപ്പോൾ എന്താവും എന്നൊക്കെ നിങ്ങൾ വിളിച്ച് കാണും എന്നെനിക്കറിയാം, അവൾ വിശേഷങ്ങളൊക്കെ പറഞ്ഞു കാണുമല്ലോ, പിന്നെ അവൾക്ക് വിഷമമായിരുന്നോ എന്ന് ചോദിച്ചാൽ കൊണ്ടുവിട്ടപ്പം വിഷമമായിരുന്നു, ഇവിടുന്ന് പോകാൻ തന്നെ അവൾക്ക് വലിയ മനസ്സില്ലായിരുന്നു എന്ന് നിങ്ങൾക്കറിയാലോ, പിന്നെ ഒരു പരിചയവുമില്ലാത്ത വീട്ടിൽ കൊണ്ടുവിട്ടതിൻ്റെ ഒരു വിഷമമൊക്കെ ഉണ്ട്, എനിക്കും വിഷമം ഉണ്ടായിരുന്നു, പിന്നെ കുറേ കഴിയുമ്പോൾ ആ വീട് അവൾക്ക് ഒരുപാട് ഇഷ്ടപ്പെട്ട ഒരു വീടായി മാറും, ഈ വീട് കഴിഞ്ഞാൽ അവൾക്ക് ഏറ്റവും കൂടുതൽ സേഫ്റ്റിയോട് കൂടി നിൽക്കാൻ പറ്റുന്നത് ആ ഒരു വീടാണ്, കുറേ കഴിയുമ്പം നമ്മളെപ്പോലും ചിലപ്പം മറന്നു പോയേക്കാം എന്ന് പറയുമ്പം ബബിത പറയും പിന്നെ അങ്ങനെയൊന്നും മറന്നു പോകില്ല എന്ന്. അന്നേരം പോകുന്നില്ലേ വേണ്ടെന്നേ എന്ന് പറയും ബാലേന്ദ്രൻ. എന്നിട്ട് ചോദിക്കും നിങ്ങളുടെ അമ്മ വന്നതെന്ന് പറഞ്ഞല്ലോ, എന്തെങ്കിലും മാറ്റം ഉണ്ടോ എന്ന് ചോദിക്കുമ്പം അമ്മ അമ്മയെ തന്നെ ഇരിക്കുന്നു എന്ന് കൃഷ്ണമോൾ പറയും. അന്നേരം അപ്പം കൈതക്കൽ മാളിക വീട്ടിൽ വൈജയന്തി അതുപോലെ തന്നെ ഉണ്ട്, അപ്പം ഇനിയും പ്രശ്നങ്ങൾ വരാനിരിക്കുന്നതല്ലേ ഉള്ളൂ അല്ലേ എന്ന് പറയുമ്പോഴത്തേക്കും അമ്മ അകത്ത് ഇരിപ്പുണ്ട് കേട്ടോ എന്ന് പറയുവാണ് ബബിത. അന്നേരം ഇരിക്കട്ടെ, അവൾക്ക് ഒരുപാട് കാര്യങ്ങൾ ചോദിക്കാൻ കാണും, എനിക്ക് പറയാനും ഉണ്ട്, അതിനൊന്നും ഇനി സമയം മാറ്റി വയ്ക്കേണ്ടല്ലോ, ഇപ്പം തന്നെ നടത്തിയേക്കാം എന്ന് പറഞ്ഞിട്ടാണ് അകത്തേക്ക് കയറി പോകുന്നത്. അവരും കൂടെ ചെല്ലും. എന്തെങ്കിലും അച്ഛൻ എന്തെങ്കിലും ഭക്ഷണം കഴിച്ചായിരുന്നോ എന്ന് ബബിത ചോദിക്കുന്നുണ്ട്. അന്നേരം ഭക്ഷണമൊക്കെ കഴിച്ചു, ഇങ്ങോട്ട് വന്നു കഴിഞ്ഞാൽ പിന്നെ കഴിക്കാൻ സമയം കിട്ടിയല്ല എന്ന് എനിക്കറിയാലോ എന്ന് പറയുമ്പോൾ പോ അച്ഛ എന്ന് പറയും ബബിത. അന്നേരം കൃഷ്ണമോൾ പറയും എങ്കിൽ ഞാൻ അച്ഛനൊരു ചായ ഇട്ട് തരാമെന്ന്. ആയിക്കോട്ടെ എന്ന് പറഞ്ഞിട്ടാണ് അകത്തോട്ട് കയറി പോകുന്നത് 3 പേരൂടെ. ബാലേന്ദ്രൻ വന്ന് നേരെ മുകളിലോട്ട് കയറി പോകാൻ തുടങ്ങുമ്പോഴത്തേക്കും വൈജയന്തി എഴുന്നേറ്റ് വരും. ബാലേന്ദ്രൻ ഒന്ന് നിന്നേ, ഇന്നലെ എവിടെയായിരുന്നു, എന്താ ഇത്രയും താമസിച്ചത് എന്നൊക്കെ ചോദിക്കും. അന്നേരം ഒന്നും മിണ്ടാതെ ഇങ്ങനെ മുഖത്തേക്ക് നോക്കുക കേട്ടോ ബാലേന്ദ്രൻ വൈജയന്തിയുടെ. അന്നേരം വൈജയന്തി അല്ല ഈ കൊളുത്തുപ്പുഴ എന്ന് പറയുന്ന സ്ഥലം അങ്ങ് അന്റാർട്ടിക്കയിലൊന്നും അല്ലല്ലോ, പിന്നെ എന്താ ഇത്രയും താമസിച്ചത് എന്ന് ചോദിക്കുമ്പം ബാലേന്ദ്രൻ പറയും അന്റാർട്ടിക്കയിലല്ല, അന്റാർട്ടിക്കയിൽ തൊട്ടിപ്പുറത്ത് ഈ കൊല്ലപ്പള്ളിക്കും ഇടയ്ക്കുള്ള സ്ഥലമുണ്ടല്ലോ അവിടെയാണ് എന്ന് പറയുവാണ്. അന്നേരം വൈജയന്തി ചോദിക്കും ബാലേന്ദ്രൻ
ബാലേന്ദ്രൻ ഇന്നലെ ഇവിടുന്ന് പോയതല്ലേ അവളെയും കൊണ്ട്. അവളെ എപ്പോഴാണ് ആ വീട്ടിൽ കൊണ്ട് വിട്ടത്? ഇന്നലെയാണോ അതോ ഇന്നാണോ എന്ന് ചോദിക്കുമ്പം പറയാൻ മനസ്സില്ല എന്ന് പറയും ബാലേന്ദ്രൻ. അന്നേരം വൈജയന്തി പറയാൻ മനസ്സ് കാണിയല്ല, അവളെ ഇന്നായിരിക്കും കൊണ്ട് വിട്ടത്, അതുകൊണ്ടാണല്ലോ പറയാൻ ബുദ്ധിമുട്ട് എന്ന് പറയുമ്പം അതല്ല, നീ ഇതൊക്കെ ചോദിക്കാൻ നീ ആരാ? നീ ഇവിടുന്ന് ഇറങ്ങിപ്പോയിട്ട് ആരുടെ കൂടെയായിരുന്നു, എവിടെയായിരുന്നു എന്ന് എനിക്കറിയില്ലല്ലോ, ഞാൻ ചോദിച്ചോ? ഇല്ലല്ലോ. നീ തിരിച്ചു വരുമ്പോൾ ചോദിച്ചാൽ പോരല്ലോ ഞാനത് എന്നിങ്ങനെ പറയുമ്പം ചോദിച്ചാൽ പോരാ, ചോദിക്കണമായിരുന്നു. അങ്ങനെയാണ് എല്ലാ കെട്ടിയവന്മാരും എന്ന് പറയുമ്പം എനിക്കത് അറിയേണ്ട ആവശ്യമില്ല, നീ ആരുടെ കൂടെ ആണെങ്കിലും എനിക്കൊരു കുഴപ്പമില്ല എന്ന് പറയും. അന്നേരം അങ്ങനെ ആരുടെ കൂടെ ആയിരുന്നു എന്ന് നിങ്ങൾ സംശയിക്കേണ്ട കാര്യമൊന്നുമില്ല, ഞാൻ എവിടെയായിരുന്നു എന്ന് എനിക്ക് പറയാനറിയാം, അത് എനിക്ക് പറയണം. പക്ഷേ ഇതൊന്നും പറയാൻ പറ്റാത്ത ചിലരുണ്ട് എന്ന് എനിക്കറിയാം എന്ന് പറയുമ്പോൾ ബാലേന്ദ്രൻ പറയും അങ്ങനെ ചിലതുണ്ട്, മനസ്സിൽ ഓരോന്ന് വെച്ചിട്ട് പുറത്ത് വേറെ ഒന്ന് കാണിക്കുന്ന ആൾക്കാരുണ്ട്, മനസ്സിൽ വേറെ പല രഹസ്യങ്ങളും പുറത്ത് പറയാൻ മേലാത്ത രീതിയിൽ നിൽക്കുന്നവരും ഉണ്ട് എന്നൊക്കെ പറയുമ്പോൾ ബാലേന്ദ്രൻ എന്തിനാ അങ്ങനെ സംസാരിക്കുന്നത്? എൻ്റെ മനസ്സിൽ അങ്ങനെ എന്തെങ്കിലും ഉണ്ടോ എന്ന് ചോദിക്കും. അങ്ങനെ ഉണ്ടോ ഇല്ലയോ എന്ന് നിനക്കല്ലേ അറിയാവുള്ളൂ എന്ന് ബാലേന്ദ്രൻ ചോദിക്കും. കാര്യങ്ങൾ കൈവിട്ടു പോകുന്നു എന്ന് മനസ്സിലാകുന്ന കൃഷ്ണമോള് അതിനിടയ്ക്ക് കയറി ഇടപെടും. കൃഷ്ണമോൾ ചോദിക്കും അമ്മയ്ക്ക് വാ ചൊറിയുന്നുണ്ടോ, ഒന്ന് മിണ്ടാതിരുന്നൂടെ എന്ന് ചോദിക്കുമ്പോൾ ഞാൻ ചോദിച്ചാൽ എന്താ അടി തെറ്റ് എന്ന് ചോദിക്കും. അന്നേരം കൃഷ്ണമോൾ ദേഷ്യപ്പെട്ട് പറയുന്നുണ്ട് അല്ല ഇതൊക്കെ ചോദിക്കാൻ അമ്മയ്ക്ക് എന്താ അർഹതയുള്ളത്? അമ്മയ്ക്ക് ഒരു അർഹതയില്ല. ഒരു സുപ്രഭാതത്തിൽ ഭർത്താവിനെയും മക്കളെയും ഉപേക്ഷിച്ച് ഒരു രാത്രിയിൽ ഇവിടുന്ന് അങ്ങ് ഇറങ്ങിപ്പോയി, അതിന് നല്ല രീതിയിൽ തിരിച്ചു കിട്ടി. അവിടുന്ന് എഴുന്നേറ്റ് വന്നതിന് ശേഷം പിന്നെയും ഇവിടുന്ന് ചാടിപ്പോയി. എന്നിട്ട് അമ്മ ഇവിടെയുള്ളവരെ പറ്റി അന്വേഷിച്ചായിരുന്നോ? ഇല്ലല്ലോ. അമ്മ പോയതിന് ശേഷം ഞങ്ങളും പുറത്തു പോയി, വേറെ പലയിടത്തും പോയി താമസിച്ചിട്ടുണ്ട്. അത് കഴിഞ്ഞ് കുറച്ച് ദിവസം കഴിഞ്ഞാണ് ഇങ്ങോട്ട് തിരിച്ചു വന്നത്. അന്നൊന്നും അമ്മ അന്വേഷിച്ചില്ലായിരുന്നല്ലോ. പിന്നെ എന്തിനാ അമ്മ ഇപ്പം അച്ഛനെ ചോദ്യം ചെയ്യാൻ ചെല്ലുന്നത്? പിന്നെ അമ്മ ആരും ഇങ്ങോട്ട് ക്ഷണിച്ചിട്ടൊന്നുമില്ലായിരുന്നു, ഉണ്ടായിരുന്നോ? അമ്മ തന്നെ ഇങ്ങോട്ട് വന്നതല്ലേ. അമ്മ ഇങ്ങോട്ട് വന്നപ്പം അച്ഛനായതുകൊണ്ടാണ് ഇതിൻ്റെ അകത്ത് കയറ്റിയത്. ഞാനായിരുന്നു അച്ഛൻ്റെ സ്ഥാനത്തെങ്കിൽ ആ ഗേറ്റിന് ഇപ്പുറം കിടക്കാൻ ഞാൻ സമ്മതിക്കില്ലായിരുന്നു എന്ന് കൃഷ്ണമോള് പറയുവാണ്. അദ്ദേഹം വൈജയന്തി നീ ആരാടി എന്നെ ചോദ്യം ചെയ്യാൻ എന്ന് ചോദിക്കും. അന്നേരം കൃഷ്ണമോള് പറയുന്നുണ്ട് ഞാൻ ചോദ്യം ചെയ്തതൊന്നുമല്ല, ഉള്ള കാര്യം പറഞ്ഞതാണ്. അമ്മയുടെ ശബ്ദത്തിന് ഇവിടെ ഇപ്പോൾ വലിയ വിലയൊന്നുമില്ല, ഉള്ള വില കൂടി അമ്മയായിട്ട് കളയരുത് എന്ന് പറഞ്ഞിട്ട് കൃഷ്ണമോൾ അങ്ങ് പോയി കഴിയുമ്പോഴേക്കും പിന്നെ സംസാരിക്കാനൊന്നുമില്ലല്ലോ. ബാലേന്ദ്രനും സമാധാനമായി. ബാലേന്ദ്രൻ മുകളിലോട്ട് കയറി പോകും. അന്നേരം ഭവതി വന്നിട്ട് വല്ല കാര്യം ഉണ്ടായിരുന്നോ, മിണ്ടായിരുന്നാൽ പോരായിരുന്നോ എന്ന് ചോദിച്ചിട്ട് ഭവതി അങ്ങ് പോകും. കൃഷ്ണമോൾ പറഞ്ഞതുപോലെ തന്നെ വൈജയന്തിയുടെ വാക്കുകൾക്ക് അവിടെ വിലയില്ലാതാകുന്നു എന്ന് വൈജയന്തി മനസ്സിലാക്കുന്നു. ആകെ വിഷമിച്ച് നിൽക്കുവാണ്. പിന്നെ കാണിക്കുന്നത് അലീനയാണ്. അലീന രേവതിക്കുട്ടിയെ വിളിക്കുമ്പം എന്നത്തെയും പോലെ കുറേ പരിഭവങ്ങളാണ്. അന്നേരം അതെല്ലാം ഒന്ന് പറഞ്ഞ് ഒതുക്കും. എന്നിട്ട് പറയും എടി ഞാൻ നിന്നോട് കാര്യങ്ങൾ പറഞ്ഞില്ലെങ്കിലും പറയാൻ ഞാൻ രോഹിത്തിനെ ഏൽപ്പിച്ചിട്ടല്ലേ പോകുന്നത് എന്ന് ചോദിക്കുമ്പം പിന്നെ ആ കുരങ്ങൻ എന്നോട് ഒന്നും പറഞ്ഞില്ല, ചേച്ചി ഇവിടുന്ന് പോയി ഞങ്ങൾക്ക് എല്ലാവർക്കും വിഷമമാണ് എന്ന് മാത്രമേ പറഞ്ഞോളൂ എന്ന് പറയുമ്പം അലീന പറയുന്നുണ്ട് ഞാൻ നിന്നെ ഫോൺ വിളിച്ചാലും എനിക്ക് അത്രയൊക്കെ പറയാനേ ഉണ്ടായിരുന്നുള്ളൂ, പിന്നെ അതിലൂടെ വരാമെന്ന് ഞാൻ അച്ഛനോട് പറഞ്ഞതാണ്, അത് ഒരുപാട് ചുറ്റാണ് എന്ന് അച്ഛൻ പറഞ്ഞതുകൊണ്ടാണ് വരാതിരുന്നത് എന്ന് പറയും. അന്നേരം ചുറ്റിന്നോർത്ത് എന്താ കുഴപ്പം, ആ സ്റ്റിയറിംഗ് തിരിച്ചിട്ടുണ്ടെങ്കിൽ ഇങ്ങ് എത്തിയേലേ എന്ന് ചോദിക്കും. അന്നേരം നീ തർക്കിക്കുവാണോ അതോ ഇവിടുത്തെ വിശേഷങ്ങൾ കേൾക്കണോ എന്ന് ചോദിക്കും. അന്നേരം ഒന്നുമില്ല, ഇനി ഞാൻ മിണ്ടുന്നില്ല, ചേച്ചി കാര്യങ്ങൾ പറ എന്ന് പറയും. അന്നേരം അലീന പറയുന്നുണ്ട് ഇതൊരു വലിയ എസ്റ്റേറ്റ് ബംഗ്ലാവാണ്, ഇവിടെ വലിയ ജോലിയൊന്നും എനിക്കില്ല, കുറേ ജോലിക്കാരൊക്കെ ഉണ്ട്, പിന്നെ ഇവിടുത്തെ ഉടമസ്ഥൻ ആരാണ് എന്ന് അറിഞ്ഞിട്ടുണ്ടെങ്കിൽ നീയും ഞെട്ടും എന്ന് പറയുമ്പോൾ പിന്നെ ഞാൻ ഞെട്ടും, ചേച്ചി കാര്യം പറ എന്ന് പറയും. അന്നേരം അലീന പറയുന്നുണ്ട് ഞങ്ങളിങ്ങ് പോകുന്ന പകുതി വഴി എത്തിയപ്പോഴാണ് അച്ഛൻ പറഞ്ഞത് എന്നെ കൊണ്ടുവിടുന്നത് സ്റ്റാൻലി ജോസഫ് എന്ന് പറയുന്ന ഒരു റിട്ടയർഡ് കേണലിൻ്റെ അടുത്താണ് എന്ന്. ഇങ്ങനെ പറയുമ്പോഴേക്കും മിലിറ്ററി ആണോ, അങ്ങനെയാണെങ്കിൽ ഇവിടുത്തെ അംച്ചായനും അറിയായിരിക്കുമല്ലോ എന്നൊക്കെ പറയുന്നുണ്ട്. അന്നേരം അലീന പറയുന്നുണ്ട് അത് മാത്രമല്ല ആ ആൾ ആരാണ് എന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ടെങ്കിൽ നീ ഞെട്ടും എന്ന് പറയുമ്പം പിന്നെ ഞൊട്ടും, ചേച്ചി കാര്യം പറ എന്ന് പറയും. അന്നേരം അലീന പറയുന്നുണ്ട് ആ റിട്ടയർഡ് കേണൽ സ്റ്റാൻലി ജോസഫാണ് അന്ന് ആഗ്രയിൽ വെച്ച് വൈജയന്തി സ്നേഹിച്ചതെന്ന് പറയുമ്പോൾ ചേച്ചി എന്നത് ഈ പറഞ്ഞു വരുന്നത്? അങ്ങനെ നോക്കുമ്പോൾ ചേച്ചിയുടെ എന്ന് പറഞ്ഞിങ്ങനെ നിർത്തുമ്പോൾ അതെ എൻ്റെ സ്വന്തം പപ്പയാണ് ഈ സ്റ്റാൻലി ജോസഫ് എന്ന് പറയുന്നതേക്കും ഭയങ്കര ടെൻഷൻ ആവുകയാണ് രേവതിക്കുട്ടിക്ക്. രേവതിക്കുട്ടി പറയുക ചേച്ചി ബാക്കി കാര്യങ്ങൾ കൂടി പെട്ടെന്ന് പറയാം, എനിക്ക് ശ്വാസം മുട്ടുന്നു, അവിടെ ഇപ്പോൾ എങ്ങനെയാണ് ചേച്ചീനെ അവരൊക്കെ അംഗീകരിച്ചോ, അവിടുത്തെ സംഭവമൊക്കെ പറ എന്ന് പറയുമ്പം എടി മോളെ നീ ഒന്ന് ഓർത്ത് നോക്കിയേ, എൻ്റെ സ്വന്തം പപ്പയാണിത്, എൻ്റെ അച്ഛൻ ഒരുപാട് കഷ്ടപ്പെട്ട് എൻ്റെ പപ്പയെ കണ്ടുപിടിച്ച് ഇവിടെ കൊണ്ട് ആക്കിയിട്ട് പോയതാണ്, അതൊക്കെ ഓർക്കുമ്പോൾ എനിക്ക് വിഷമമാകുന്നുണ്ട്, സ്റ്റാൻലി ജോസഫിൻ്റെയും വൈജയന്തിയുടെയും മകളാണ് ഞാൻ എന്നിങ്ങനെ പറയുമ്പോഴേക്കും ഇങ്ങനെ ടെൻഷനോടെ നിൽക്കുന്ന രേവതിക്കുട്ടിയെ കാണിച്ചുകൊണ്ട് ഇന്നത്തെ കഥ തീരുന്നു.